So, അടുത്ത question. Design a cantilever beam of effective span 3 meters which carries a factored UDL 10 kilonewton per meter over the entire span and a factored point load at free end. Point load എത്രയെന്നും തന്നിട്ടുണ്ട് 22.5 kilonewton ആണ്. Use M20 concrete and Fe500 steel. സോ നേരത്തെ ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് ഇതൊരു കാൻറ്റിലീവർ ബീമാണ്. കാൻറ്റിലീവർ ബീമിൻ്റെ ഇഫക്റ്റീവ് സ്പാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3 meters. അപ്പോൾ ഇഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്. L ഈസ് ഈക്വൽ ടു 3 meters. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ എടുത്താൽ മതി. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടു ഫൈൻഡ് ദ ഇഫക്റ്റീവ് ഡെപ്ത്. The first step by finding the effective depth, finding D. എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? We know that effective span by effective depth should be less than or equal to 7 for cantilever beams. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 meter എന്ന് പറഞ്ഞാൽ 3000 millimeter ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3000 ഡിവൈഡഡ് ബൈ ഡി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ ഡിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. സോ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3000 ബൈ 7 ഓർ ഇറ്റ് ഈസ് അതർവൈസ് 3000 ബൈ 7നെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 428.57 millimeter. സോ നമുക്ക് ഈ വാല്യൂവിനേക്കാളും ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഡിനെ ചൂസ് ചെയ്യാൻ. സോ ഇഫക്റ്റീവ് ഡെപ്ത് D is taken as 550 millimeter എന്ന് ഞാൻ അസ്യൂം ചെയ്യും. ഇതിനേക്കാൾ ഒരു ഗ്രേറ്റർ വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, 550 millimeter. ഇഫക്റ്റീവ് കവറും അസ്യൂം ചെയ്യാം. അസ്യൂം ഇഫക്റ്റീവ് കവർ equal to 50 mm. Therefore, overall depth is capital D is equal to 550 plus 50 equal to 600 millimeter. So overall depth ആയി. ഇനി എന്ത് വേണം? സോ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് വിഡ്ത്ത് ബി എത്രയാണ്? ടേക്ക് ബി ഈസ് ഈക്വൽ ടു, ഞാൻ 250 millimeter, വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 250 millimeter ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് ഡയറക്റ്റ്ലി എടുത്തേനെ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തത് ഫൈൻഡിങ് എം യു അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ബീമാണ് കണ്ടുപിടിക്കേണ്ടത്. എം യു എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാൻറ്റിലീവർ ബീമാണെന്ന് തന്നിട്ടുണ്ട്. കാൻറ്റിലീവർ ബീം ഈസ് സബ്ജക്റ്റഡ് ടു ഒരു ഫാക്റ്റേർഡ് യു ഡി എൽ തന്നിട്ടുണ്ട്. WU ആണ് തന്നിരിക്കുന്നത്. ഫാക്റ്റേർഡ് UDL എത്രയാണ്? 10 kilonewton per meter. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ദർ ഇസ് എ ഫാക്റ്റേർഡ് പോയിൻ്റ് ലോഡ്. സോ ദിസ് ഈസ് WU എന്ന് പറയുന്നത് UDL ആണ്. അതുപോലെ വേറൊരു WU കൂടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് ഫാക്റ്റേർഡ് ലോഡ്? ദാറ്റ് ഈസ് എ പോയിൻ്റ് ലോഡ് അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 22.5 kilonewton. സോ ഇതെല്ലാം ഫാക്റ്റേർഡ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഫാക്റ്റേർഡ് ആണ് ഇത് ഓൾറെഡി. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട MU ആണ്. നമുക്കിവിടെ പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ ഇവിടെ UDL മാത്രമല്ല ഉള്ളത്, പോയിൻ്റ് ലോഡും കൂടെ ഉണ്ട്. അപ്പോൾ UDLൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റില്ല. പോയിൻ്റ് ലോഡിൻ്റെ ഇഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. സോ ഇവിടെ ഒരു UDL ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 10 kilonewton per meter, and you have a point load of 22.5 kilonewton acting at the free end. നമുക്കറിയാം ഒരു കാൻറ്റിലീവർ ബീമിൽ UDLും ഉണ്ട്, പോയിൻ്റ് ലോഡും ഉണ്ട്. ഈ രണ്ട് കൈൻഡ് ഓഫ് ലോഡ്സ് അപ്ലൈ ചെയ്യുമ്പോഴും പരമാവധി ബെൻഡിങ് മൊമെൻറ്റ് ജനറേറ്റ് ആകുന്നത് എവിടെയാണ്? നമുക്ക് ഫിക്സഡ് സപ്പോർട്ടിലാണ്.
ഫ്രീ എൻഡിലല്ല, ഫിക്സഡ് സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ മൊമെൻറ്റ്. ഈ ലോഡെല്ലാം കൊണ്ട് ഉള്ള മൊമെൻറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്. അവിടെ ആയിരിക്കും മാക്സിമം മൊമെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ആ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം ഡ്യൂ ടു ദീസ് ടു ലോഡ്സ്. അപ്പോൾ ആദ്യം യു ഡി എൽ കൊണ്ടുള്ള മാക്സിമം മൊമെൻറ്റ് അറ്റ് സപ്പോർട്ട് എത്രയാണ് നമുക്കറിയാം. ദറ്റ് ഈസ് ഡബ്ല്യു യു എൽ സ്ക്വയർ ബൈ 2. ദറ്റ് ഈസ് ഡബ്ല്യു യു എൽ സ്ക്വയർ ബൈ 2i. ഓക്കെ, പ്ലസ് വാട്ട് ഈസ് ദ മൊമെൻറ്റ് അറ്റ് ദ ഫിക്സഡ് സപ്പോർട്ട് ഡ്യൂ ടു പോയിൻ്റ് ലോഡ് എത്രയാണ്? ഇറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് എത്രയാണ്? 3 മീറ്റർ. ഡബ്ല്യു ഡ്യൂ ടു പോയിൻ്റ് ലോഡ് ഇൻറ്റു ഇഫക്റ്റീവ് സ്പാൻ. ഓക്കെ, സോ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആയിരുന്നു. പോയിൻ്റ് ലോഡ് കൊണ്ടുള്ള മൊമെൻറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പോയിൻ്റ് ലോഡ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സപ്പോർട്ട് ടു ടി. ഓക്കെ, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ എന്ത് കിട്ടും? ദിസ് ഇസ് 10 ഇൻറ്റു 3 സ്ക്വയർ ബൈ 2. This is 22.5 into 3. Finally, you get maximum bending moment or the factored bending moment as equal to 112.5 kilonewton meter. So, ഇത്രയാണ് ultimate moment of resistance of the beam. What is the next step? Next step എന്ന് പറഞ്ഞാൽ to find mu limit. That is the fourth step. mu limit കണ്ടുപിടിക്കണം. ഓക്കെ, mu limit. We know the equation 0.36 FCK BXU max into D minus 0.42 XU max. ഓക്കെ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ അറിയാവുന്ന വാല്യൂസ്. FCK വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 20. What is B? B is 250 millimeter. XU max അതിന് മുമ്പ് D എന്താണ്? ഇഫക്റ്റീവ് ഡെപ്ത് D is equal to 550 millimeter. ആൻഡ് XU max എന്ന് പറഞ്ഞാൽ ഇവിടെ FE 500 ഗ്രേഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് 0.46 D ഫോർ FE 500 ഗ്രേഡ് സ്റ്റീൽ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.46 ഇൻറ്റു 550 എന്ന് കിട്ടും. സോ ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.36 ഇൻറ്റു 20 ഇൻറ്റു 250 ഇൻറ്റു XU മാക്സ് 0.46 ഇൻറ്റു 550 ഇൻറ്റു 550 മൈനസ് 0.42 ഇൻറ്റു 0.46 ഇൻറ്റു 550. ഓക്കെ, ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 202 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. കിലോ ന്യൂട്ടൺ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക 202 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. mu ലിമിറ്റ് ആൻഡ് mu should be compared with mu limit. mu എത്രയായിരുന്നു? mu എന്നുള്ള വാല്യൂ നമുക്ക് 112.5 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടിയത്. സോ സിൻസ് mu is less than mu limit, this is a singly reinforced beam. Singly reinforced beam ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. Singly reinforced beam. ഓക്കെ ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് to find XU കണ്ടുപിടിക്കാം. XU എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് MUവിൽ നിന്ന് വേണം XU കണ്ടുപിടിക്കാൻ. 0.36 FCK BXU ഇൻറ്റു D മൈനസ് 0.42 XU. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 112.5 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്ററിൽ വേണം എക്സ്പ്രസ് ചെയ്യാൻ മൊമെൻറ്റ്. into 0.36 into 20 into 250 XU into D is 550 minus 0.42 XU. ഓക്കെ, ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുക. 112.5 into 10⁻6 is equal to ഇത് എത്ര കിട്ടും?
first term 0.36 into 20 into 250 into 550 XU on first term minus 0.42 XU into E term into 0.36 into 20 into 250 XU square എന്നുള്ളൊരു ടേം കിട്ടി. സോൾവ് ചെയ്യുക. 112.5 into 10 power 6 is equal to 0.36 into 20 into 250 into 550 ചെയ്യുമ്പോൾ 990000 XU എന്ന് കിട്ടും. മൈനസ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ്, നെക്സ്റ്റ് സെറ്റ് ഓഫ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 0.42 into 0.36 into 20 into 250 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 756 XU സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ഈ ടേംസിനെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക. ടു 756 XU സ്ക്വയർ മൈനസ് 990000 XU plus 112.5 into 10 power 6 equal to 0. ക്വാഡ്രാറ്റിക്കലി സോൾവ് ചെയ്യണം. നമുക്ക് നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ മോഡ് സെലക്ട് ചെയ്യുക. അതിനകത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി പവർ 2 വരുന്നതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ചൂസ് 2. ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 756 ഈക്വൽ ടു അടുത്ത ബി എന്ന് പറഞ്ഞ സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻ മൈനസ് 990000 ആൻഡ് തേർഡ് ടേം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 112.5 into 10 power 6. നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടും. അതിൽ ലീസ്റ്റ് വാല്യൂ ചൂസ് ചെയ്ത് 1183.82 ആണ് ഫസ്റ്റ് വാല്യൂ. രണ്ടാമത്തത് 125.7. സോ ലീസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യുക. XU is equal to 125.70 millimeter ആണ് നമ്മുടെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഇനി you have to compare this value with XU max. What is XU max? XU max is equal to 0.46D for Fe 500 grade steel ആണ്. 0.46 into 550 substitute ചെയ്യുക. You will get it as 253 millimeter. Since XU is less than XU max, it is a under reinforced section. So design is okay. Okay. Now you can proceed further. നമുക്കിനി അടുത്തത് ക്രോസ് സെക്ഷനിൽ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഫോർ ദിസ് സെക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. അതോടുകൂടി നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് AST. AST കണ്ടുപിടിക്കാൻ നമുക്ക് XUവിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 0.87 FY AST divided by 0.36 FCK into B, where XUവിൻ്റെ വാല്യൂ നമുക്കറിയാം. വാട്ട് ഈസ് XU? 125.70 is equal to 0.87 into 500 into AST divided by 0.36 into 20 into 250. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി ASTയുടെ വാല്യൂ കിട്ടും. So solving this, you will get AST is equal to 520.14 millimeter square എന്ന് കിട്ടും. 520.14 millimeter square. ഇത് മാത്രം പോരാ, AST മിനിമവും AST മാക്സിമവും കണ്ടുപിടിക്കണം. AST മാക്സിമം നമുക്ക് കണ്ടുപിടിച്ചാലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. 0.85 BD by FY. ഇത് എത്രയാണ്? 0.04 B ക്യാപിറ്റൽ D. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.85 ഇൻറ്റു B 250 ഇൻറ്റു D 550 ഡിവൈഡഡ് ബൈ 500. ഇത് എത്ര കിട്ടും? നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ
233 millimeter square എന്ന് കിട്ടും. 233 millimeter square. ഓക്കെ, AST മാക്സിമം കണ്ടുപിടിക്കുക. 0.04 ഇൻറ്റു 250 ഇൻറ്റു 600. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6000 millimeter square എന്ന് കിട്ടും. സോ കമ്പയർ ചെയ്യുക. ദ ഒബ്റ്റെയിൻഡ് വാല്യൂ ഓഫ് AST ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ AST മാക്സിമം. സോ ദിസ് AST ഈസ് ആഡിക്വേറ്റ്. ഇനി നമുക്ക് number of bars കണ്ടുപിടിക്കണം for the given diameter of bar. So let us assume 16 mm diameter bars are used. Number of bars required is equal to AST, that is 520.14 divided by pi by 4 into 16 square. And this solve ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 point something എന്ന് കിട്ടും. സോ അപ്രോക്സിമേറ്റ്ലി 3 bars ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇതൊരു കാൻറ്റിലീവർ ബീമാണ്. ബീം സെക്ഷൻ നമുക്കറിയാം. കാൻറ്റിലീവർ ബീം ആകുമ്പോൾ നിങ്ങൾക്കറിയാം ദിസ് ഈസ് എ കാൻറ്റിലീവർ ബീം. ഒരു ഇതിനകത്ത് UDLും ആക്ട് ചെയ്യുന്നുണ്ട്, പോയിൻ്റ് ലോഡും ആക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ എൻഡിൽ. സോ ഡ്യൂ ടു ദിസ് ലോഡ് ദ ബീം അണ്ടർഗോസ് ബെൻഡിങ്. ബെൻഡ് ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലുള്ളതുപോലെയല്ല. കാൻറ്റിലീവർ ബീമിൽ ശ്രദ്ധിക്കേണ്ടത്, കാൻറ്റിലീവർ ബീമിൽ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ ടെൻഷനും ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ കംപ്രഷനുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരുന്നപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനും ആയിരുന്നു. സോ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് എബവ് ദ ന്യൂട്രൽ ആക്സിസ്. സോ ഇവിടെയും ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് കൊടുക്കേണ്ടത്? ന്യൂട്രൽ ആക്സിസിന് മുകളിലാണ് കൊടുക്കേണ്ടത്. സോ ദിസ് ഈസ് ദ ന്യൂട്രൽ ആക്സിസ്. ദെൻ പ്രൊവൈഡ് 3 bars of 16 millimeter diameter above the neutral axis. ഇതാണ് ടെൻഷൻ ഫൈബർ, ഇതാണ് കംപ്രഷൻ ഫൈബർ. ഓക്കെ, സോ 3 bars 16 mm diameter. ഇവിടെ വിഡ്ത്ത് നമുക്കറിയാം. width of beam is 250 millimeter. ഇഫക്റ്റീവ് ഡെപ്ത് മെഷർ ചെയ്യേണ്ടത് എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ, അതിവിടെ നിന്നാണ്. എക്സ്ട്രീം കംപ്രഷൻ ഫൈബർ ടു ദ സെൻറ്റർ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ലെയർ എന്ന് പറയുന്നത് 550 millimeter ആൻഡ് ഇഫക്റ്റീവ് കവർ ഈസ് 50 millimeter ആൻഡ് ഓവറോൾ ബീം ഡെപ്ത് ഈസ് 600 millimeter. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബീം ഡിസൈൻ. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദിസ് ഈസ് എ കാൻറ്റിലീവർ ബീം വെയർ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്സ് above the neutral axis and compressive stress develops below the neutral axis. So the tension reinforcements have to be provided above the neutral axis. Okay.